ഈ കാണുന്നത് നാസയുടെ ഡാർട്ട് എന്ന പേടകം സെക്കൻഡിൽ ഏകദേശം 6 കിലോമീറ്റർ വേഗത്തിൽ പോയി ഒരു ആസ്ട്രോയിഡിൽ ചെന്നിടിക്കുന്നതിന് തൊട്ട് മുന്നേ പകർത്തിയ ചിത്രമാണ്. എന്ന് പറയുമ്പോൾ ഇതൊരു അപകടമൊന്നും ആയിരുന്നില്ല, മറിച്ച് നാസ നടത്തിയ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിരുന്നു. ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് അഥവാ ഡാർട്ട് എന്നായിരുന്നു ഈ ദൗത്യത്തിന്റെ പേര്. പല തവണ ഉൽക്കകൾ വന്ന് പതിച്ച് ഭൂമിയിൽ തീവ്രമായ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭൂമിയുടെ ചരിത്രത്തിൽ ഭീമൻ ഉൽക്കകൾ വന്ന് പതിച്ചത് കാരണം വംശനാശങ്ങൾ വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഭൂമിയെ ലക്ഷ്യമിട്ട് വരുന്ന ഉൽക്കകളെ ദിശ മാറ്റി വിടാൻ കഴിയുകയാണെങ്കിൽ ആ ഉൽക്കയിൽ നിന്നും നമുക്ക് നമ്മുടെ ഭൂമിയെ രക്ഷപ്പെടുത്താനാകും. അങ്ങനെ ഒരു ആസ്ട്രോയിഡിനെ ദിശ മാറ്റി വിടാൻ നമ്മുടെ നിലവിലത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കഴിയുമോ എന്നും ദിശ മാറ്റി വിടുന്നതിന്റെ അനന്തരഫലങ്ങൾ എന്താണെന്നും അറിയാനുള്ള ഒരു പരീക്ഷണമായിരുന്നു ഡാർട്ട് ദൗത്യം. ഡൈമോർഫസ് എന്ന ചെറിയൊരു ആസ്ട്രോയിഡിലാണ് ഈ പരീക്ഷണം നടത്തിയത്. ഡാർട്ട് എന്ന പേടകം ചെന്ന് ഡൈമോർഫസുമായിട്ട് കൂട്ടിയിടിക്കുമ്പോൾ ആ ഇടിയുടെ ആഘാതം കാരണം ഡൈമോർഫസിന്റെ ഭ്രമണപഥത്തിൽ എത്രത്തോളം വ്യതിയാനം സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ഇനി ഭാവിയിൽ ഭൂമിക്ക് നേരെ വരുന്ന ഒരു ഭീമൻ ഉൽക്കയെ ദിശ മാറ്റി വിടേണ്ടതെങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരമൊരു പരീക്ഷണം ആദ്യമായിട്ടാണ് മനുഷ്യരാശി ചെയ്യുന്നത്. അപ്പോൾ ഈ പരീക്ഷണത്തിന്റെ അനന്തരഫലങ്ങൾ എന്തായിരുന്നുവെന്നും ഇനി എന്താണ് ഡാർട്ട് ദൗത്യത്തിന്റെ അടുത്ത ഘട്ടമെന്നും നമുക്ക് നോക്കാം. ഒരു ആസ്ട്രോയിഡിന്റെ ദിശ മാറ്റാൻ ശ്രമിക്കുന്നത് ആദ്യമായിട്ടാണെങ്കിലും ഇതിന് സമാനമായ മറ്റൊരു ദൗത്യം മുൻപും നാസ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ദൗത്യത്തിന്റെ ലക്ഷ്യം ഡാർട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ഡീപ് ഇമ്പാക്ട് മിഷൻ എന്നായിരുന്നു ആ ദൗത്യത്തിന്റെ പേര്. 2005 നടത്തിയ ഈ ദൗത്യം വാൽനക്ഷത്രത്തിന്റെ ഉപരിതലത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നടത്തിയതാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 23 കോടി കിലോമീറ്റേഴ്സ് ദൂരത്തിലുള്ള ടെമ്പൽ 1 എന്നൊരു വാൽനക്ഷത്രത്തിലാണ് ആ പരീക്ഷണം നടത്തിയത്. പരീക്ഷണം നടത്തുന്ന സമയത്തിൽ അത് ഏകദേശം 40 ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരത്തിലായിരുന്നു. വെറും 372 കിലോഗ്രാം മാത്രം ഭാരമുള്ള ഡീപ്പ് ഇമ്പാക്ട് പേടകം ഏകദേശം 10 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ചെന്ന് ആ വാൽനക്ഷത്രത്തിൽ പതിച്ചപ്പോൾ ഏകദേശം 5000 കിലോഗ്രാം TNT ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്നതിന് സമാനമായ സ്ഫോടനമാണ് അവിടെ സംഭവിച്ചത്. എന്തായാലും വാൽനക്ഷത്രങ്ങളുടെ ഉപരിതലത്തിനെക്കുറിച്ചും അവയുടെ നിർമ്മിതിയെക്കുറിച്ചുമൊക്കെ നമുക്ക് ഡീപ്പ് ഇമ്പാക്ട് ദൗത്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റി. കൂട്ടിയിടിക്ക് ശേഷം ആ വാൽനക്ഷത്രത്തിന്റെ ഭ്രമണപഥവും മാറിയിരുന്നു. പക്ഷേ ആ വാൽനക്ഷത്രം വളരെ വലുതായിരുന്നതിനാൽ തന്നെ കണക്കുകൂട്ടൽ പ്രകാരം അതിന്റെ ഭ്രമണപഥം വെറും 10 സെന്റിമീറ്റർ മാത്രമായിരിക്കും മാറിയത്. എന്നാൽ അതൊരു വാൽനക്ഷത്രമായതിനാലും പിന്നെ മറ്റ് പല കാരണങ്ങളാലും ഇത്രയും ചെറിയ വ്യതിയാനമൊന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് നിരീക്ഷിച്ചറിയാനാകില്ല. എന്നുവെച്ചാൽ അതിന്റെ ഭ്രമണപഥത്തിൽ എത്രത്തോളം വ്യതിയാനം സംഭവിച്ചുവെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു ആസ്ട്രോയിഡിൽ ഒരു പേടകം ചെന്നിടിക്കുമ്പോൾ അതിന്റെ ഭ്രമണപഥത്തിൽ എത്രത്തോളം വ്യതിയാനം വരുമെന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി നാസ മറ്റൊരു ദൗത്യം ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് ഡാർട്ട്. സ്പേസ് എക്സിന്റെ ലോക പ്രശസ്തവും വിപ്ലവകരവുമായ ഫാൽക്കൺ 9 റോക്കറ്റിൽ കഴിഞ്ഞ വർഷം, അതായത് 2021 നവംബർ 24 ഡാർട്ട് പേടകം വിക്ഷേപിച്ചത്. കഴിഞ്ഞ മാസം 26-ാം തീയതി അത് ചെന്ന് ഡൈമോർഫസ് എന്നൊരു ഉൽക്കയുമായിട്ട് കൂട്ടിയിടിക്കുകയും ചെയ്തു. ഭൂമിയിൽ നിന്നും ഏകദേശം 1 കോടി കിലോമീറ്റേഴ്സ് ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഭീമൻ ആസ്ട്രോയിഡാണ് ഡിഡിമോസ്. ഇതിന് ഏകദേശം 800 മീറ്റേഴ്സ് വ്യാസമുണ്ട്. 800 മീറ്റേഴ്സ് എന്നത് ചെറുതാണെന്ന് തോന്നിയെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഈ ആസ്ട്രോയിഡ് വന്ന് ഭൂമിയിൽ പതിക്കുമ്പോഴുണ്ടാകുന്ന ആഘാതം നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും ശക്തമായ ന്യൂക്ലിയർ ബോംബിനേക്കാൾ പല മടങ്ങ് തീവ്രമായിരിക്കും. പക്ഷേ ഡിഡിമോസിനെ പേടിക്കേണ്ട കാര്യമില്ല. അത് സൂര്യന് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉൽക്കയാണ്, അല്ലാതെ ഭൂമിക്ക് നേരെ വരുന്ന ഒന്നല്ല. ഈ ആസ്ട്രോയിഡ് ശരിക്കും ബൈനറിയാണ്. അതായത് ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ വലം വെക്കുന്നത് പോലെ ഇതിനു ചുറ്റും മറ്റൊരു ഉൽക്ക കൂടെ വലം വെക്കുന്നുണ്ട്. അതിന് വെറും 170 മീറ്റേഴ്സ് മാത്രമേ വലിപ്പമുള്ളൂ. ഡൈമോർഫസ് എന്നാണ് അതിന്റെ പേര്. ഇത് ഏകദേശം 12 മണിക്കൂറുകൾ കൊണ്ട് ഒരു തവണ ഡിഡിമോസിന് ചുറ്റും വലം വെക്കും. ഈ കുഞ്ഞ് ആസ്ട്രോയിഡിലാണ് ഡാർട്ട് പേടകം ചെന്ന് പതിച്ചത്. ഇത് തീരെ ചെറിയൊരു ഉൽക്കയായതുകൊണ്ട് തന്നെ ഇതിൽ പേടകം ചെന്ന് പതിക്കുമ്പോൾ അതിന്റെ ഭ്രമണപഥം വലിയ തോതിൽ മാറും. അപ്പോൾ ആ വ്യതിയാനം നമുക്ക് വ്യക്തമായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഈ ആസ്ട്രോയിഡിനെ തന്നെ ഡാർട്ട് ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അതുമാത്രമല്ല, ഇതിനെ തിരഞ്ഞെടുക്കാൻ വേറെയും പല കാരണങ്ങളുണ്ട്.
ഇതൊരു നിയർ എർത്ത് ഓർബിറ്റ് ആസ്ട്രോയിഡ് ആണ്. എന്ന് വെച്ചാൽ ഭൂമിയുടെ വളരെ അടുത്തുകൂടെ പോകുന്ന ഉൽക്കകൾ. ഇത്തരം ഉൽക്കകൾ ഭാവിയിൽ ഒരുപക്ഷെ വന്ന് ഭൂമിയിൽ പതിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലത്തെ ഉൽക്കകൾ പലതവണ പണ്ട് ഭൂമിയിൽ വന്ന് പതിച്ചിട്ടുമുണ്ട്. പക്ഷേ ഡിഡിമോസ് ഇനിയും ഒരുപാട് കാലങ്ങൾ ഭൂമിയിൽ വന്ന് വീഴാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം നാളെയാണ്, അതായത് ഒക്ടോബർ 4-ാം തീയതിയാണ് ഈ ഉൽക്ക ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്നത്. പക്ഷേ അപ്പോഴും ഇത് ഭൂമിയിൽ നിന്നും ഏകദേശം 106 ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരത്തിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും സുരക്ഷിതരാണ്. എന്തായാലും ഇത് താരതമ്യേന വളരെ അടുത്ത് നിലനിൽക്കുന്ന ഉൽക്കയായതിനാൽ ഒരു പേടകത്തിനെ അവിടെ എത്തിക്കുക എന്നതും താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം എന്താണെന്നാൽ ഇതൊരു ബൈനറി സിസ്റ്റം ആയതിനാൽ തന്നെ ഡിഡിമോസിന് ചുറ്റും ഡൈമോർഫസ് വലം വെക്കുമ്പോൾ ഡിഡിമോസിന്റെ മുന്നിലൂടെ പോകുന്ന ഡൈമോർഫസിനെ ടെലസ്കോപ്പുകളിലൂടെ കാണാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനെ പല കാരണങ്ങളാലാണ് ഡൈമോർഫസിനെ തന്നെ ഈ ദൗത്യത്തിനു വേണ്ടി തിരഞ്ഞെടുത്തത്. നാസ 2016-ൽ തന്നെ പ്ലാനറ്ററി ഡിഫൻസ് കോർഡിനേഷൻ എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകിയിരുന്നു. ഭൂമിക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള ഉൽക്കകളെ കണ്ടുപിടിക്കാനും അവയെ നിരീക്ഷിക്കാനും വേണമെങ്കിൽ അവയെ പ്രതിരോധിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനുമൊക്കെ വേണ്ടിയിട്ടാണ് ഈ സംഘടന രൂപപ്പെടുത്തിയത്. സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഭൂമിയെ ലക്ഷ്യമിട്ട് വരുന്ന ഉൽക്കയെ ന്യൂക്ലിയർ ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞാൽ പോരെയെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പ്ലാനറ്ററി ഡിഫൻസ് സംഘടനയും അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. പക്ഷേ അത് തീരെ പ്രായോഗികമായ ഒരു മാർഗമല്ല. കാരണം ഉൽക്കയെ ബോംബ് വെച്ച് പൊട്ടിക്കുമ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായി പൊട്ടിച്ചിതറും. ഈ ചെറിയ കഷ്ണങ്ങളിൽ വലിയൊരു ശതമാനവും നേരത്തെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പാതയിലൂടെ തന്നെ വീണ്ടും സഞ്ചരിക്കും. അപ്പോൾ ഒരിടത്ത് വന്ന് വീഴേണ്ടിയിരുന്ന ഉൽക്ക കഷ്ണങ്ങളായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചെന്ന് വീഴും. അതുമാത്രമല്ല, ന്യൂക്ലിയർ ബോംബ് വെച്ച് പൊട്ടിക്കുമ്പോൾ ആ പൊട്ടിച്ചിതറുന്ന കഷ്ണങ്ങളും റേഡിയോ ആക്റ്റീവായി മാറും. അത് ഭൂമിയിൽ വന്ന് പതിക്കുമ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ആസ്ട്രോയിഡിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അതിനെ പൊട്ടിച്ചു കളയുന്നത് നമുക്ക് കൂടുതൽ ദോഷമായിട്ടായിരിക്കും മാറുന്നത്. അതുകൊണ്ടാണ് ഇതിന് മറ്റൊരു മാർഗമായി ആസ്ട്രോയിഡിനെ ദിശ തിരിച്ചു വിടുന്ന ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. ഏറെ കാലമായി ഇത് ശരിക്കും പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു ആശയം തന്നെയാണോ എന്നറിയാൻ വേണ്ടി ശാസ്ത്രജ്ഞർ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഡിഡിമോസിനെ കണ്ടെത്തിയത്. സാധാരണ ഇത്തരം ആസ്ട്രോയിഡുകളുടെ ഭ്രമണപഥം തീരെ അൺസ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരമൊരു ആസ്ട്രോയിഡിൽ പേടകം ചെന്ന് പതിക്കുമ്പോൾ അതിന്റെ ഭ്രമണപഥത്തിൽ സംഭവിക്കുന്ന വ്യതിയാനം നമുക്ക് മനസ്സിലാക്കാൻ അത്യധികം ബുദ്ധിമുട്ടാണ്. എന്നാൽ ഡിഡിമോസ് വളരെ സ്റ്റേബിൾ ആയിട്ടാണ് സൂര്യന് ചുറ്റും വലം വെക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഓർബിറ്റിൽ വരുന്ന വ്യത്യാസം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഡിഡിമോസിനെ ലക്ഷ്യമിട്ട് ഡാർട്ട് വിക്ഷേപിച്ചത്. പക്ഷേ പേടകം ചെന്ന് ഡൈമോർഫസിൽ കൂട്ടിയിടിച്ചയുടനെ ദൗത്യം തീർന്നില്ല. അത് ശരിക്കും ദൗത്യത്തിന്റെ ആരംഭം മാത്രമായിരുന്നു. ഡാർട്ട് പേടകത്തിനോടൊപ്പം ഇറ്റാലിയൻ സ്പേസ് ഏജൻസിയുടെ ലീഷ്യ ക്യൂബ് എന്ന പേരിൽ മറ്റൊരു ചെറിയ പേടകം കൂടെ ഉണ്ടായിരുന്നു. ഈ പേടകം ആസ്ട്രോയിഡിൽ നിന്നും ഏകദേശം 55 കിലോമീറ്റർ ദൂരെ മാറി നിന്ന് ആസ്ട്രോയിഡിൽ ഡാർട്ട് ചെന്ന് പതിക്കുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമെല്ലാം തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഡാർട്ട് ചെന്നിടിച്ചപ്പോൾ ഉൽക്കയിൽ നിന്നും പൊടിയും മണ്ണും ചിതറുന്ന കാഴ്ച ഈ ദൃശ്യത്തിൽ നിങ്ങൾക്ക് കാണാം. ഇനിയും ഒരുപാട് നാളുകൾ തുടർച്ചയായിട്ട് നിരീക്ഷിച്ചാൽ മാത്രമേ ഈ കൂട്ടിയിടി കാരണം ഉൽക്കയുടെ ഭ്രമണപഥത്തിൽ എത്രത്തോളം വ്യതിയാനം സംഭവിച്ചുവെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. പക്ഷേ നിർഭാഗ്യവശാൽ ലീഷ്യ ക്യൂബിലൂടെ അത് സാധ്യമല്ല. കാരണം അധികകാലം ഇതിന് ഡൈമോർഫസിനെ വലം വയ്ക്കാൻ ആവശ്യമായ ഇന്ധനമില്ല. അതുകൊണ്ട് ഇത് കുറച്ച് നാളുകൾക്ക് ശേഷം ഡൈമോർഫസിൽ നിന്നും അകന്നു പോകും. അപ്പോൾ പിന്നെ ഇതിന് ഡൈമോർഫസിനെ നിരീക്ഷിക്കാനാകില്ല. ഭൂമിയിൽ തന്നെയുള്ള ഗ്രൗണ്ട് ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ഡൈമോർഫസിനെ നിരീക്ഷിക്കാം. പക്ഷേ അതിന്റെ ഭ്രമണപഥത്തിൽ വരുന്ന വ്യത്യാസം ഭൂമിയിലുള്ള ടെലസ്കോപ്പുകൾക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനാകില്ല. അതുകൊണ്ടാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഹിറ എന്ന പുതിയ ദൗത്യം ചെയ്യാൻ പോകുന്നത്. 2 പുതിയ പേടകങ്ങളെ വിക്ഷേപിക്കുന്ന ദൗത്യമാണ് ഹിറ. 2024-ലായിരിക്കും ഈ പേടകങ്ങളെ വിക്ഷേപിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും ഡിഡിമോസും ഡൈമോർഫസും ഭൂമിയിൽ നിന്നും ഒരുപാട് അകലെ പോയിട്ടുണ്ടാകും. അതിനാൽ തന്നെ ഈ പേടകങ്ങൾ 5 വർഷങ്ങൾക്ക് ശേഷം, അതായത് 2027-ലായിരിക്കും ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നത്. ലക്ഷ്യസ്ഥാനമെന്ന് വെച്ചാൽ ഡൈമോർഫസിന് സമീപം. ഡൈമോർഫസിന്റെ സഞ്ചാരപഥത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുവെന്നറിയാൻ വേണ്ടി മാത്രമാണ് ഈ പേടകങ്ങളെ അയക്കുന്നത്.
ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ മാസം നടന്ന ദൗത്യത്തിന്റെ കൃത്യമായ റിസൾട്ട് അറിയണമെങ്കിൽ ഇനിയും 5 വർഷങ്ങൾ കൂടെ നമ്മൾ കാത്തിരിക്കണം. ഭൂമിക്ക് സമീപം വരാൻ സാധ്യതയുള്ള ആയിരക്കണക്കിന് ആസ്ട്രോയിഡുകളെയാണ് ഓരോ വർഷവും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. നാസയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അങ്ങനെ കണ്ടെത്തുന്ന സകല ഉൽക്കകളുടെയും വാൽനക്ഷത്രങ്ങളുടെയും വിവരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം അവ ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കാനുള്ള സാധ്യത എത്രത്തോളമാണെന്നും അതിലൂടെ അറിയാൻ കഴിയും. അതിൽ നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച ഭൂമിക്ക് സമീപമുള്ള ഒരു ആസ്ട്രോയിഡ് പോലും അടുത്ത ഏതാനും ചില ശതവർഷങ്ങളോളം കാലം വരെ ഭൂമിയിൽ വന്ന് പതിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് എന്തായാലും തൽക്കാലം നമ്മൾ ഇത്തരം ഘോരമായ ഉൽക്കകളിൽ നിന്നും സുരക്ഷിതരാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.